നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഇവിടെ നിൽക്കാൻ ആരുടെയും സമ്മതത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഓടേ രാമകൃഷ്ണന്റെ മോളാണ് നീയെന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാനും കൂടെ അങ്ങ് സമ്മതിക്കണ്ടേ? മുഖത്ത് നോക്കി പറഞ്ഞില്ലേടി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീ ചത്തുപോയെന്ന്. പ്രസവിച്ചു എന്ന മഹാപാപം ചെയ്തത് ഞാനല്ല. എന്നെ കൊന്നവൻ അവന്റെ കരി തീർക്കട്ടെ. അമ്മേ, അമ്മേ, അമ്മേ വാതിൽ തുറക്ക്. അമ്മേ, ജ്യോതി, ജ്യോതി പിടിക്ക. അമ്മേ, ജ്യോതി, വാതിലൊന്ന് തുറക്ക്. മോളാദ്യയുടെ അടുത്തേക്ക് ചെല്ല്. ആദ്യം നിത്യയോട് ഒന്നും പറയാൻ പാടില്ല, കേട്ടില്ല? വാ ചെല്ല. അമ്മേ, ജ്യോതി, ഞാൻ എത്ര വിളിച്ചു അമ്മേ? അത് ഞാന് ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ആദ്യമോൻ എന്തി? ജ്യോതിയുടെ അടുത്തുണ്ട്. അവനോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ. നീ എന്താ വന്ന? ഇത് കണ്ടില്ലേ, പായസം തട്ടി മറിഞ്ഞതാ. ഇതൊന്ന് കഴുകിട്ട് പോകാന്ന് കരുതി വന്നതാ. അതിന് അവിടെ കഴുകായിരുന്നില്ലേ? അത് നമ്മുടെ വീടല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് കഴുകുന്നതിന് എത്ര നേരം വേണം? കഴുകിയിട്ട് നീ വീണ്ടും തിരികെ അങ്ങോട്ട് പോവല്ലേ? ആ, വേണമെങ്കിൽ പോവാം. ആ, പൊയ്ക്കോ പൊയ്ക്കോ, അതാ നല്ലത്. അല്ല, ഫംഗ്ഷന് വിളിച്ചിട്ട് നീ മാത്രമല്ലേ പങ്കെടുത്തുള്ളൂ? എന്നിട്ട് നീയും പാതിക്ക് നിർത്തിപ്പോരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. അങ്ങനെയൊന്നുമില്ല അമ്മേ. അവിടെ എല്ലാത്തിനും ഇടയിൽ വീണയുണ്ട്. എല്ലാരും അതിന്റെ ടെൻഷനിലാ. അതിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും അത് ശരിയല്ല മോളെ. പെട്ടെന്ന് കഴുകിട്ട് തിരിച്ചു പോകാൻ നോക്ക്. ആ വാഷ്റൂമിൽ പോണ്ട. എന്തുപറ്റി? അത് ഞാനൊന്ന് കഴുകാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതിനെന്താ അമ്മേ, ഞാനിവിടെ ഗസ്റ്റായിട്ട് വന്നതാണോ? ഞാൻ ഈ വാഷ്റൂം തന്നെ യൂസ് ചെയ്തോളാം. എന്നാ മോള് പെട്ടെന്ന് പോട്ടോ. അമ്മ പൊക്കോ, ഞാൻ വന്നോളാം. അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചു? ടെൻഷനുള്ളപ്പോ അമ്മയുടെ മുഖത്തേക്കൊന്ന് വെറുതെ നോക്കിയാൽ മതി, എനിക്ക് മനസ്സിലാവും.
എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും അല്ലേ? ഒന്നുമില്ല, മോൾക്ക് വെറുതെ തോന്നിയതാ. മോള് പൊയ്ക്കോ. ആഹാ. ഓ. ഹ. 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 അവളുടെ ഒരു മേക്കപ്പ് ആശം പിടിക്കാൻ. ഇതെന്താ കാണിക്കുന്നേ? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നേ? സാധനങ്ങൾ എടുക്കുന്നതേ നിന്നെ പുറത്തേക്ക് തള്ളാനായിട്ട്. ദേ, ഈ വീട്ടില് ഇനി നിനക്ക് നിൽക്കാൻ പറ്റുകയില്ല. അതെന്താ? അതോ നീയേ ഈ വീട്ടിലെ ആരും അല്ലാത്തതുകൊണ്ട്, കാലിന് വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ടാ നിന്നെ ഇവിടെ നിർത്താതെ ഞാൻ സമ്മതിച്ചത്. പക്ഷേ നീ ഒരു ദയെ അറിയിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിക്കോണം. ഇതിപ്പോ ആരെ കാണിക്കാനാ ഈ പ്രകടനം? ആ ടീച്ചറെ കാണിക്കാനായിരിക്കും അല്ലേ? അതേടി, ആ ടീച്ചറെ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട കുട്ടിയാ. ഈ കുടുംബത്തിലുള്ളവരൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ടീച്ചറാ. ആ ടീച്ചറെ അപമാനിച്ച ഒരാള് ഈ വീട്ടില് ഒരു നിമിഷം പോലും നിൽക്കാൻ ഞാൻ സമ്മതിക്കേല. എനിക്കിവിടെ നിൽക്കാൻ ആരുടെയും സമ്മതമൊന്നും വേണ്ട. ആ, ഞാനേ രാമകൃഷ്ണന്റെ മോളാ, ഹരിയുടെ ഭാര്യ. ഇതിലേതെങ്കിലും ഒരവകാശം പോരെ? എനിക്കിവിടെ നിൽക്കാൻ ആരുടെയും സമ്മതത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഓടി, രാമകൃഷ്ണന്റെ മോളാണ് നീയെന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാനും കൂടെ അങ്ങ് സമ്മതിക്കണ്ടേ? ഓത്തു നോക്കി പറഞ്ഞില്ലേടി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീ ചത്തുപോയെന്ന്. അതിനെ നിയമത്തിന്റെ മുമ്പിൽ സ്ഥാനമില്ലല്ലോ. ഹും. നിയമപ്രകാരം അച്ഛന്റെ സകല സ്വത്തുക്കൾക്കും അവകാശം ഒരൊറ്റ മോളായ എനിക്കാ. ഉവ്വ. എന്ന് പറഞ്ഞാ ഞാൻ ഈ വീടിനകത്ത് എന്ത് ചെയ്താലും നിയമപ്രകാരം എന്നെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. അല്ല, എന്നാ ടീച്ചർ ഈ വീട്ടിലെ എല്ലാമായി മാറിയത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.